ബി.ജെ.പിയെ സംബന്ധിച്ച് പുതിയൊരു ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. കാരണം 427 ആളുകളുടെ പിന്തുണ ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട് NDAക്ക് ഉണ്ട്. അതുകൊണ്ട് കാര്യമായ പ്രയാസങ്ങളില്ല. പക്ഷേ ബി.ജെ.പി തന്നെ തിരഞ്ഞെടുത്ത NDA മുന്നോട്ട് വെച്ച ഒരു ഉപരാഷ്ട്രപതി രാജിവെച്ചത് അത് സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ഒരു പ്രയാസമുണ്ട്. ആ പ്രയാസത്തെ വളരെ പെട്ടെന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ജഗ്ദീപ് ധൻഖർ എന്ന് പറയുന്നത് ആദ്യം ജനതാദളിലൂടെ വന്ന് അതിനുശേഷം കോൺഗ്രസിൽ പോയി, പിന്നീട് രാഷ്ട്രീയത്തിൽ നിന്ന് ഇടവേളയെടുത്ത് പിന്നീട് ബി.ജെ.പി ചേർന്ന് സജീവമായി പ്രവർത്തിക്കുകയും ഏറ്റവും ഒടുവിൽ ബി.ജെ.പിയിലെ RSSൽ നിന്ന് വന്ന നേതാക്കളെക്കാളും കൂടുതൽ പ്രതിപക്ഷത്തെ എതിർത്ത് സംസാരിക്കുകയും ചെയ്ത ഒരു നേതാവാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ബി.ജെ.പി പശ്ചാത്തലമുള്ള, തുടക്കം മുതൽ RSS പശ്ചാത്തലമുള്ള ഒരാളെ പരിഗണിച്ചാൽ നന്നായിരിക്കുമെന്ന ഒരു ചർച്ച ബി.ജെ.പിക്ക് അകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ധൻഖർ ഉണ്ടാക്കിയതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. ജഗ്ദീപ് ധൻഖറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് 300-ലധികം ആളുകളെ നിയമിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഈ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഒപ്പം തൻ്റെ പടവും ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ വെക്കണമെന്ന് നിർബന്ധം പിടിച്ചു. വില കൂടിയ കാറിന് വേണ്ടി ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുള്ള ചൂണ്ടിക്കാട്ടലുകൾ, ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ അനുകൂലിച്ചുകൊണ്ട് ചിലയിടങ്ങളിൽ നടത്തിയ പ്രസ്താവനകൾ, കൃഷിമന്ത്രിയെ വിമർശിച്ചത്, പ്രതിപക്ഷം നൽകിയ നോട്ടീസ് അത് സ്വീകരിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഭരണപക്ഷത്ത് നിന്ന് ആരോപണമായി അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഒരു ഉപരാഷ്ട്രപതി ആയിരുന്നയാൾ എന്നത് പരിഗണിച്ചുകൊണ്ട് ഒരു നല്ല യാത്രയയപ്പ് ധൻഖറിന് നൽകണം എന്നുള്ളതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷത്ത് നിന്ന് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആ ഒരു നിർദ്ദേശത്തോട് യോജിച്ചിട്ടില്ല. ബി.ജെ.പിക്കും താല്പര്യമില്ല. എന്തായാലും ധൻഖറിന്റെ അധ്യായം ബി.ജെ.പി അവസാനിപ്പിച്ച് അടുത്ത ആളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന നൽകുന്നത് ഒന്ന് JP നഡ്ഡയ്ക്കാണ്. അദ്ദേഹം ബി.ജെ.പി അധ്യക്ഷ പദവിയിലെ കാലാവധിയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ പുതിയ അധ്യക്ഷൻ വരും. അപ്പോൾ നഡ്ഡയെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണമോ അതല്ല രാജ്നാഥ് സിംഗ് വേണമോ? മറ്റൊരു പ്രധാനപ്പെട്ട പേര് കേൾക്കുന്നത് ജമ്മു കാശ്മീരിലെ ലെഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള മനോജ് സിൻഹയാണ്. കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ ബി.ജെ.പിക്ക് വേണ്ടി വളരെ സജീവമായി ഇടപെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയ ആളാണ് ജമ്മു കാശ്മീരിൽ സിൻഹ. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കണമോ എന്നൊരു ചർച്ചയും നടക്കുന്നുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ച്. ശരി. എന്തായാലും പേരുകൾ പലതും ഉയർന്നു കേൾക്കുന്നുണ്ട്. ബി.ജെ.പി അക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് അധികം വൈകാതെ പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.